പൊന്നോണത്തെ വരവേൽക്കാൻ ജനം ടിവി ഓണവണ്ടി പത്തനംതിട്ടയിലെത്തി. ഓണാവേശം നിറയുന്ന മത്സരങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി എത്തിയ ഓണവണ്ടിക്കൊപ്പം പൊന്നോണത്തെ ആഘോഷമായി വരവേൽക്കുകയാണ് ചാലാപ്പള്ളി വലിയകുന്നം നിവാസികൾ. ജനം ടിവി പ്രേക്ഷകർക്കൊപ്പം ചാലാപ്പള്ളി വലിയകുന്നത്ത് ഓണവണ്ടി എത്തിയപ്പോഴുള്ള വിശേഷങ്ങളുമായി മിഥുൻ മുരളി. പൊന്നോണത്തിന്റെ മാറ്റുകൂട്ടി ഓണാഘോഷത്തിന്റെ വരവറിയിച്ച് ജനം ടിവിയുടെ ഓണവണ്ടി ഇപ്പോൾ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട ചാലാപ്പള്ളി വലിയകുന്നം അന്നപൂർണേശ്വരി ദേവീക്ഷേത്ര മൈതാനത്താണ് ഇപ്പോൾ ജനം ടിവി പ്രേക്ഷകർക്കൊപ്പം നേരിട്ട് ജനം ടിവി സംഘം ജനം ടിവി ഓണവണ്ടി എത്തിയിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് പത്തനംതിട്ടക്കാർ. ജനം ടിവിയുടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് പത്തനംതിട്ട. അവരുടെ സ്നേഹം അറിഞ്ഞുകൊണ്ട് അവരുടെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് ഇപ്പോൾ ജനം ടിവി സംഘവും ജനങ്ങളുടെ ഓണവണ്ടിയും കൈനിറയ സമ്മാനങ്ങളും മത്സരങ്ങളും ഒക്കെയായി അവർക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എത്രത്തോളം ഉണ്ട് ആഘോഷം? ഗംഭീരം! നിങ്ങൾ ഈ കാണുന്ന ആവേശം തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ടത്. കാരണം ഇത്രയും സമയമായിട്ട് പുറത്ത് നോക്കിയാൽ അറിയാം, ഈ രാത്രി ആയി കഴിഞ്ഞു ഇപ്പോഴും അവർ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുമായിരുന്നു ഓണവണ്ടിയെ കാത്ത്. പിന്നെ കൈനിറയ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ എല്ലാവരും നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ കൊണ്ടുവന്നതിനേക്കാളും നല്ല സമ്മാനമാണ് അവർ കലാപ്രകടനം എന്ന രീതിയിൽ നമുക്ക് സമ്മാനിച്ചു. പത്തനംതിട്ടക്കാരുടെ സ്നേഹം അടുത്തറിയാൻ പറ്റി. യെസ്, അടുത്തറിയാൻ പറ്റി. കൊച്ചുകുട്ടികളുണ്ട്, വലിയ പ്രായമായവരുണ്ട്. അങ്ങനെ പ്രായഭേദമന്യേ ഇല്ലാതെയാണ് ജനം ടിവിയെ കാത്ത് ഇവിടെ. അതെ അതെ, ഒരു മാവേലി നാട് എന്താണോ അതേ സന്തോഷവും സമ്പൽ സമൃദ്ധിയായിട്ട് എല്ലാവരും ഇവിടെ ഒത്തൊരുമയോടെ നിൽപ്പുണ്ട്. വലിയ ആവേശം നമുക്കും അങ്ങോട്ട് ഉണ്ടാവുകയാണ്. അതെ അതെ അതെ, അവരുടെ ആ ആവേശം, അവരുടെ സ്നേഹം, ജനം ടി വി പ്രേക്ഷകരുടെ ആ സ്നേഹമൊക്കെ തൊട്ടടുത്തറിയാൻ പറ്റുന്ന ഒരു നിമിഷമായി മാറുകയാണ്. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? എവിടം വരെ എത്തി? ഗംഭീരം. ഓണം വളരെ അടുത്ത് വന്നല്ലോ. ഓണം വന്നത് ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ജനം ടി വിയുടെ ഈ ഒരു പരിപാടി അപാലവൃദ്ധം ജനങ്ങളെ ഒരുമിച്ച് ഇവിടെ ചേർന്നിരിക്കുന്നു. അവരെ തിരുവാതിരകളിയായി, തുമ്പിതുള്ളലായി, വഞ്ചിപ്പാട്ടായി, അങ്ങനെ ഓണം എന്താണ് യഥാർത്ഥത്തിൽ മലയാളി ഓണത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് വളരെ നേരത്തെ തന്നെ എത്തിത്തുടങ്ങിയ ഒരു ഗ്രാമമാണ് ഞങ്ങളുടേത്. അപ്പോൾ കൂടുതൽ സന്തോഷം. ജനം ടിവിയുടെ വരവോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് ഈ നാടിനെ കൂടുതൽ അറിയപ്പെടാനൊക്കെ സാധിച്ച് വളരെ സന്തോഷമാണ്. ഓണസമ്മാനമൊക്കെ കിട്ടും. മത്സരത്തിനൊക്കെ പങ്കെടുക്കാൻ കാത്തിരിക്കുവാണോ? എല്ലാവരും റെഡിയാണല്ലേ? കുഞ്ഞുങ്ങളൊക്കെ ഓണാവേശമൊക്കെ എത്തവിടം വരെ എത്തി? അമ്മയുടെ നാട്ടിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ സന്തോഷത്തോടെ എല്ലാവരും എത്രത്തോളം ആവേശത്തിലാണ്? ഇനിയിപ്പോൾ ഓണത്തിന് 2-3 ദിവസങ്ങൾ മാത്രം, ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയത്താണ്. വളരെ സന്തോഷം. ജനം ടി വി ആണ് ആദ്യമായിട്ട് ഇവിടെ പരിപാടിക്ക്, ഇങ്ങനെ ഓണ പരിപാടിക്ക് എത്തിച്ചേരുന്നത്. എന്താണെങ്കിലും പിന്നെ ഒരു ദേശീയ ചാനൽ ഇവിടെ വന്ന് വലിയകുന്നത്തമ്മയുടെ മണ്ണിൽ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ എല്ലാ പ്രാവശ്യവും ഓണം നല്ലവണ്ണം ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. എന്താണേലും സന്തോഷം, വളരെയധികം സന്തോഷം. ഞങ്ങളുടെ നാട് ഓണാഘോഷത്തിന് വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ്. ആവാലവൃദ്ധ ജനങ്ങളും ഈ മൈതാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ രാവിലും ഓണ ആഘോഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഓണത്തിൻ്റെ ആ മാറ്റ് ജനം ടി വിക്കൊപ്പം വലിയ രീതിയിൽ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ കാഴ്ചയാണ്, ആളുകളുടെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലെ ഓണാഘോഷമൊക്കെ? എപ്പോഴും നമ്മുടെ നാട്ടുകാർ പൊളിയായിരിക്കും. ഇപ്പം ഈ ഏറെ വൈകിട്ടാണ് പരിപാടി തുടങ്ങിയത് തന്നെ, പക്ഷേ എന്നാലും ആളുകൾ എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഏറെ സന്തോഷം. പത്തനംതിട്ടക്കാരുടെ പ്രത്യേകത ആണ്. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? ആകുമ്പോൾ വളരെ നന്നായിട്ട് സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ജനം ടി വി. ശരിക്കും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണം വന്നു കഴിഞ്ഞു. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെ ആർപ്പോ ഹീറോയോട് കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. ഒരു ചേട്ടന്റെ ആ ആവേശം ആർപ്പോ ഹീറോയിലുണ്ട്. നമുക്ക് ആർപ്പോയോട് കൂടി തുടങ്ങാം. പത്തനംതിട്ടക്കാരുടെ ഓണാഘോഷം, ജനം ടി വിക്കൊപ്പമുള്ള ഓണാഘോഷം ഈ വിളിയിലുണ്ട്. ആർപ്പോ ഹീറോ വിളിയിലുണ്ട്. വലിയകുന്നത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.